ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് ഉടനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈവനിങ് ആവും, ആകെ പ്രശ്നമാവുമല്ലോ. എന്നാൽ പിന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ആ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിവാദനം കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടോ? നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ഡേക്കന്മാരുടെ ധ്യാനം വളരെ നന്നായിട്ട് പോകുന്നു. പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി. ഇന്നലെ ഞാനൊരു അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ UK സെക്കൻഡ് സാറ്റർഡേ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലൊക്കെ ഉള്ളവർ, എല്ലാ UK-യിലുള്ളവരൊന്ന് അറിയിക്കണം, UK-യിലുള്ളവർ തമ്മിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇതെല്ലാം അത് കണ്ടിട്ടില്ലെങ്കിൽ ആ കാർഡൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് വർക്ക് ചെയ്യണം, ഈശോയ്ക്ക് കൊണ്ട് വർക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർക്കണം കേട്ടോ, കാണാത്തവരൊന്ന് കണ്ടേക്കണേ. ഇന്ന് നമ്മൾ നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതെനിക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ഒരു നന്മറഞ്ഞ് അതിന് വേണ്ടി ചെല്ലണം തോന്നുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ തകർന്നു പോകുന്ന ആത്മാക്കൾ, നിങ്ങൾ ചില ആത്മാക്കളെ ഓർക്കുക. ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിനു വേണ്ടി കാഴ്ചയ്ക്കെന്ന് പ്രാർത്ഥിച്ചാൽ ഇത്ര ആൾക്കാരുടെ പ്രാർത്ഥന അതിലേക്ക് വരും. അങ്ങനെ ഓരോരുത്തരും വെക്കുക. അപ്പോൾ അവിടേക്ക് എല്ലാം പ്രയർ ചെയ്യില്ല. ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഒരാള് ഒരു നന്മറിഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കുന്ന പോലെയാണോ ഒരു 1,00,000 പേര് അല്ലെങ്കിൽ 10,00,000 പേര് നന്മറിഞ്ഞവർ ഒരുമിച്ച് ചെല്ലുമ്പോൾ അത് അത്രയും ഒറ്റ നിയോഗം വെക്കണം. അത്രയും ഒരു കൃപയിൽ അങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കളെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം, പ്രാർത്ഥനയും ആ ഒരു സ്പിരിറ്റിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ടിന് ആധാരമായ വചനം ലൂക്ക 24:52. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 24:52. തലക്കെട്ട് ഇഷ്ടപ്പെട്ടോ? ആനന്ദം വേണോ എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ആൾക്കാരിങ്ങനെ ഈ കച്ചവടക്കാരൊക്കെ ഗോതമ്പല്ലല്ലോ, ചോളം പച്ചക്കറി മീനെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു ചോദ്യമാണ്, ആനന്ദം വേണോ? നമുക്കറിയാം, ആനന്ദിക്കുക അത് സംതിങ് ഡിവൈൻ, സംതിങ് ഹെവൻലി ആണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർ ഭയങ്കര ആനന്ദം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞ ഈശോന്റെ സ്വർഗാരോഹണമാണ്. ഈശോ ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഈ കർത്താവിന് ഇവരിങ്ങനെ ആരാധിക്കുകയാണ്. അയ്യോ അല്ലെ, ആരാധന, അങ്ങനെ ആരാധിക്കുകയാണ്. സ്വർഗത്തിനെ സംഭവിക്കുമ്പോൾ ഈശോ അവരവരെ ആരാധിക്കുക. അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവമാണ് ആനന്ദമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ് എന്റെ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ആനന്ദമാണ്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ വലിയ ആനന്ദമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം പിന്നെ സദാസമയം ദേവാലയത്തെ സൂചിക്കുന്ന ദേവാലയത്തെ കഴിഞ്ഞുകൂടി എന്നൊക്കെ വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവാരാധനയാണ് നമുക്ക് ആനന്ദം തരുന്നത്. വാസ്തവത്തിൽ നമുക്ക് ആനന്ദം കിട്ടുന്ന ഒരുപാട് മേഖലകളിലേക്ക് നമ്മുടെ മനസ്സ് മാറും. ചില മദ്യപിക്കുമ്പോൾ ആനന്ദം കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിന് പിന്നെ ഇതെല്ലാം ക്ഷണികമാണ്. ഒരു സിനിമ കണ്ടാൽ ആനന്ദം കിട്ടുമെന്ന് വിചാരിക്കുന്നു, അത് പാപമൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം ക്ഷണികമാണ് എന്ന് പറഞ്ഞാൽ അത് ആനന്ദം എന്ന് പറയാൻ പറ്റിയാൽ ഒരു സന്തോഷമാണ്. പക്ഷെ ആനന്ദം എന്ന് പറഞ്ഞാൽ സംതിങ് ഡിവൈൻ, സംതിങ് ഗിവൻ ഫ്രം ഹെവൻ, ദാറ്റ്സ് ജോയ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആ അതൊരു എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കാം. കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ഒന്ന്, വചനം ജീവിക്കും അതുപോലെ ആനന്ദമാണ് അല്ലെ, ഈശോയാണ്, ഈശോയിൽ ആരാധിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാ ദിവസവും പറ്റുവാണെങ്കിലൊക്കെ നിങ്ങളെ സാഹചര്യമൊക്കെ നോക്കുക, ഒരു അരമണിക്കൂറൊക്കെ പള്ളിയിൽ പോയി ഒരു ആരാധന നടത്തും. നിത്യാരാധന ചാപ്പലുകളൊക്കെ പല സ്ഥലത്തുണ്ട്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും പള്ളികളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന്, അങ്ങനെ യാതൊരു സൗകര്യം ഇല്ലെങ്കിൽ മുറിയിരുന്നാണെങ്കിൽ കുറച്ച് സമയം ഈശോയെ ആരാധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വലിയൊരു നിറവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഉറപ്പാണ്, ആ കാര്യത്തിൽ സംശയം വേണ്ട കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് ഉത്തിതനായ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ബൈബിൾ അവരവരെ അവന്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ കിട്ടുന്നതാണ് ആനന്ദം. വേറെ എന്ത് ചെയ്താലും അത് കിട്ടിയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്താലും അത് കിട്ടിയല്ല. ദൈവാരാധനയിലാണ് ആനന്ദം. ഹല്ലേലൂയ. സ്വർഗത്തെ മുഴുവൻ ആനന്ദമാണ്. സ്വർഗത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ കേട്ടോ, പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേ മണിക്കൂറുകൾ കൂട്ടായ്മയിൽ ആരാധിക്കാനും സ്തുതിക്കാനുമുള്ള ഒരു നവമായ ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്ന ആശ്രയിക്കുന്നു. എല്ലാ ദിവസവും കുറച്ച് സമയമൊക്കെ ഒന്ന് ആരാധനയ്ക്ക് പോയിരിക്കാൻ, വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ആശീർവദിക്കുമ്പോൾ ഇന്ന് ഇവർ ഓരോരുത്തരും കർത്താവെ പ്രത്യേകിച്ച് ഏതെങ്കിലും കഠിന പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി നിയോഗം വെച്ചുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ. ആരെയാണ് നിയോഗം വെച്ചിരിക്കുന്നത് അവരുടെ മേൽ ഈ ആശീർവാദം പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ കുടുംബങ്ങളെ മുഴുവൻ ആശീർവദിക്കുന്നു. എല്ലാ ദുഷ്ടാരുകളും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. എന്റെ ദൈവമേ, രോഗികൾ പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവം കുഞ്ഞുങ്ങളെ ഈശോയുടെ നാമത്തിൽ പ്രത്യേകം ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ ഒരു ഭയങ്കര ടെംപ്റ്റേഷൻ ഉള്ളവരെ യേശുനാമത്തിൽ ദുഷ്ടാരവും ബന്ധിക്കും വിട്ടുപോൾ. കർത്താവേ കാത്തോളണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. ആരാധന അഭിഷേകവും ആനന്ദം പ്രാപിച്ച കൃപ നൽകണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.